ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, പലപ്പോഴായിട്ട് പല സമയങ്ങളായി ചോദിച്ചിട്ടുണ്ട്. ഒരു കളിക്കാരൻ എന്ന രീതിയിൽ ഞാൻ കളിച്ച സമയത്തൊക്കെ ഞാനൊരു ബ്ലോക്കറായിരുന്നല്ലോ. ഇവന് ഓരോ സോണുകളിൽ നിന്ന് എങ്ങോട്ടടിക്കുന്നത്, എങ്ങോട്ടാണ് ഒരാൾ കൂടുതലായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്, ഏത് സോണാണ് അയാൾക്ക് ഫേവറേറ്റ് എന്നൊക്കെ. ചിലർ 4 നന്നായിട്ട് അടിക്കും, ചിലർ 2 സോണിനാണ് നന്നായിട്ട് അടിക്കുക, ചിലർ ബാക്ക് ലൈനാണ്. പക്ഷെ ഇവർക്കൊക്കെ ഒരു ആംഗിളുകളുണ്ട്. പക്ഷെ ഒരു കളിക്കാരൻ നിന്നൊരു കോച്ചിലേക്കായി പോയപ്പോൾ ഞാൻ കൂടുതൽ സെറ്റർമാരിലേക്കാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. കാരണം നമുക്കറിയാം, ഇപ്പോൾ പ്രൈം വോളിയൊക്കെ വരുമ്പോൾ നമുക്കറിയാം സൂപ്പർ പോയിന്റ് വിളിക്കുന്നവരുണ്ട്. ഈ സൂപ്പർ പോയിന്റ് വിളിക്കുന്ന സമയത്ത് സെറ്റേഴ്സ് ഏറ്റവും കൂടുതൽ ആർക്കാണ് സെറ്റ് ചെയ്യുക, ഇതെനിക്കൊരു ഭയങ്കര കൗതുകമാണ്. ഞാനൊരു സെറ്ററാണ് ഏറ്റവും കൂടുതൽ പഠിക്കാറ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റർക്കും ഉണ്ടല്ലോ 6 പൊസിഷൻ. ഈ 6 പൊസിഷനുകളിൽ നിന്ന് വരുന്ന സമയങ്ങളിൽ ഇവർ ഏത് പൊസിഷനിലേക്കാണ്, ഇപ്പോൾ 1 സോണിൽ നിന്ന് കയറി വരുന്ന ഒരു സെറ്റർ കൂടുതലായിട്ട് കളിപ്പിക്കുന്ന സോൺ ഏതാണ് നമ്മൾ പഠിച്ചു വെച്ചാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഏറ്റവും കൂടുതൽ 1 നിന്ന് ഓടി വരുന്ന സമയത്ത് കൂടുതൽ ആൾ 4 സോണിലേക്കാണ് കളിപ്പിക്കുന്നത്, അല്ലെങ്കിൽ 2 സോണിലേക്കാണ് കളിപ്പിക്കുന്നത് എന്നൊരു സാധനം. അതേപോലെ 6 നിന്ന് കയറി വരുമ്പോൾ 6 നിന്ന് കയറി വരുന്ന സമയത്ത് ചില സെറ്റേഴ്സ് കൂടുതലായിട്ട് ഫസ്റ്റ് ടെമ്പോ ആണ് കൂടുതൽ കളിപ്പിക്കാൻ സാധ്യതയുള്ളത്. അങ്ങനെ ഒരുപാട്, ഞാനിപ്പോൾ ആരുടെയും പേരുകളോ സാധനങ്ങളോ ഒന്നും എടുത്ത് പറയാറില്ല. ചില സമയങ്ങളിൽ എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, പല ആളുകൾ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഫസ്റ്റ് പാസ് കുറവുള്ള ഒരാൾക്ക് േക്കാൾ കൂടുതൽ മറ്റൊരാൾക്ക് അടിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ചില സെറ്റേഴ്സിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ, ചില സെറ്റേഴ്സ് പ്രത്യേകിച്ച് കയറി വരുന്ന ഒരു സമയങ്ങളിൽ നമ്മളുടെ ചില ഭാഗങ്ങളിലേക്ക്, ചില പൊസിഷനുകളിലേക്ക്, ഇപ്പോൾ ഈവൻ ഞാൻ പറയാണ് 1 സോണിൽ നിന്നും ഒരു സെറ്റർ കയറി വരികയാണ്. 1 സോണിൽ നിന്ന് കയറി വരുന്ന ഒരു സെറ്റർക്ക് പല സെറ്റർമാർക്കും 1ലേക്ക് കൊടുക്കുന്ന ഒരു സർവീസ് റിസപ്ഷൻ 1 സോണിൽ നിന്ന് വരുന്ന സമയത്ത് അത് 2ലോ 1ലോ സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് സെറ്റർമാരുണ്ട്. ആ സമയത്ത് നമ്മൾ 5 സോണിലാണ് ആ സർവീസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നന്നായിട്ട് ഈക്വലായിട്ട് 4ലേക്കും 6ലേക്കും പൈപ്പും അതേപോലെ 2 സോണിലും അതേപോലെ ഫസ്റ്റ് ടെമ്പോ ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാം, 1 സോണിൽ നിന്ന് സെറ്റർ കയറുന്ന സമയങ്ങളിൽ, അതേപോലെ 6 സോണിൽ നിന്ന് കയറുന്ന സമയങ്ങളിൽ നമുക്ക് കൂടുതൽ 1 സോണിലേക്ക് സർവീസ് ചെയ്യുമ്പോൾ ആ പാസ് സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്ത സെറ്റർ സെറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ബ്രോക്കർമാർക്ക് നമ്മൾ നിർദ്ദേശം കൊടുക്കുക, ഇത് കിട്ടാൻ പോകുന്നത് 4 ആണ്. അപ്പം ഞാനത് പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾക്ക് 4 സോണിലേക്ക് കാണിച്ചു കൊടുക്കും, 4ലേക്ക് നീങ്ങി നിന്നു 100%. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഒരു സമയത്ത് ഞങ്ങൾ കഴിഞ്ഞ തൊടുപുഴയിലൊരു ഓൾ ഇന്ത്യ നടക്കുന്ന സമയത്ത് ഞാൻ സർവീസ് ചെയ്യാൻ പോകുന്നു, പ്ലോട്ടിംഗ് സർവീസാണ്. പ്ലോട്ടിംഗ് സർവീസ് ആയതുകൊണ്ട് സർവീസ് ചെയ്യേണ്ട ഏരിയ ഞാൻ കാണിച്ചു കൊടുത്തു. എന്നിട്ട് എന്നോട്, ഞാൻ അഗിൻ്റെ പേര് പറയാം, കാരണം അഗിനോട് ഞാൻ പറഞ്ഞു അത് നേവിക്ക് അഗെയിൻസ്റ്റാണ് കളിക്കുന്നത്, അത് കൃത്യമായിട്ടും ഫസ്റ്റ് ടെമ്പോ ആണ് കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അഗിനോട് ചോദിച്ചു 100% ഉറപ്പാണോ? നമ്മൾ 100% അത് ഫസ്റ്റ് ടെമ്പോയെ കൊടുക്കാനുള്ള സാധ്യതയുള്ളൂ, ഫസ്റ്റ് പാസ് നന്നായി വന്നിട്ടുണ്ടെങ്കിൽ 100%. അപ്പോൾ എന്നോട് ചോദിച്ചു മറ്റുള്ള ബോളുകൾ നോക്കണ്ടല്ലോ എന്ന് അഗിൻ തമാശക്ക് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ടെമ്പോ കൊടുക്കണം. അപ്പോൾ അഗിൻ ആ ഫസ്റ്റ് ടെമ്പോക്ക് ഫുള്ളായിട്ട് ചാടുകയും ഡെഡ് ബ്ലോക്ക് എടുക്കുകയും ആ സെറ്റ് നമ്മൾ എടുക്കുകയും ചെയ്യണം ആ കളിയിൽ. അപ്പോൾ അഗിൻ എന്നോട് കാണിച്ച ഒരു സ്നേഹം, അല്ലെങ്കിൽ ഒരാവേശം, ഒരു കൈ ഉയർത്തിക്കൊണ്ട് കാണിച്ചൊരു സംഭവം, അത് നമുക്ക് എന്താ പറയുക, നമ്മളത് പറയുമ്പോൾ അത് നമ്മൾ ആ സെറ്റർ അവിടെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു കബഡി വെച്ച് പറയുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇത് നമ്മളൊരു ആ സെറ്റർ കയറി വരുന്ന പൊസിഷൻ വെച്ചിട്ട് നമ്മൾ ആ സമയത്ത് കൊടുക്കാൻ പോകുന്ന ഒരു സാധനം ഇന്നതാണെന്ന് പറയുമ്പോൾ അത് സക്സസ് ആകുമ്പോൾ അത് നമ്മളും അല്ലെ കോച്ചും അല്ലെങ്കിൽ കളിക്കാരനായിട്ടുണ്ടാകുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ചില സമയങ്ങളിൽ നമുക്ക് പറ്റും, നമ്മൾ പറയും ഇത് 100% അല്ലെ 99% 4ലേക്കേ കൊടുക്കും, ഇത് 4 to 4 നിർബന്ധമായിട്ടും ബ്ലോക്ക് നിർബന്ധമായിട്ടും ഡെഡ് ബ്ലോക്ക് പിടിക്കണം. 4 to 4 പിടിച്ചാൽ ഡെഡാണ്, അതുകൊണ്ട് ലൈൻ വിട്ടാലും 4ൽ പിടിച്ചിരിക്കണം എന്ന് പറയുമ്പോൾ ആ ബോൾ നേരെ നമ്മൾ പറഞ്ഞതുപോലെ 4ൽ സെറ്റ് ചെയ്യുകയും അതേപോലെ 4ൽ നിന്ന് ആളുകൾ നേരെ 4 to 4 അറ്റാക്ക് ചെയ്യുകയും ചെയ്യുമ്പോൾ ആ അറ്റാക്ക് പിടിച്ചു കഴിയുമ്പോൾ ആ ബ്ലോക്കർ നമ്മളോട് കൈ ഉയർത്തി കാണിക്കുന്നത് കാണാം. നിങ്ങൾ കാണാറുണ്ടോ? ചിലപ്പോൾ പ്രൈം ബോളിയൊക്കെ കാണുന്ന സമയത്ത് കളിക്കാർ നമ്മളോട് കൈ ഉയർത്തി കാണിക്കുന്നത്. അതേപോലെ തന്നെ അത് നമ്മൾ പറഞ്ഞ 4 to 4 പിടിക്കണം എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ആ 4 to 4 വലിയൊരു അറ്റാക്ക് ചെയ്തു പോവുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചില സമയങ്ങൾ എന്ത് ചെയ്യും, അതേ പോയ ബ്ലോക്കർ നമ്മളോട് കൈ ഉയർത്തി അയ്യോ സോറി പറ്റിപ്പോയി, നമ്മളെല്ലാവരും പറയും അയ്യോ ഇത്ര അടിക്കാന്ന് പറഞ്ഞിട്ട് പോലും നമുക്കത് കിട്ടാണ്ടായി പോയപ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ, അയ്യോ പറ്റിപ്പോയി എൻ്റെ മിസ്റ്റേക്കാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഈ ചില സമയങ്ങളിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര കൊട്ടും പാട്ടും ബഹളവും ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് ഒച്ചയിട്ട് പറയേണ്ടതായി വരും. പൊസിഷൻ നോക്കുക, ഇന്ന പൊസിഷനാണ് സർവീസ് ഇവിടെയാണ് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ഇന്നടുത്താണ് അടിക്കാൻ സാധ്യത, അപ്പോൾ അവിടത്തേക്ക് കൂടി മാറി
നിന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് ഭയങ്കരമായിട്ട് മ്യൂസിക്കും സാധനമൊക്കെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടാറുണ്ട്. ഏതായാലും അങ്ങനെ എന്താ പറയുക, ഞാൻ അങ്ങനെ കൂടുതൽ സെറ്റർമാരിൽ ഇപ്പോൾ പല സെറ്റർമാർ പ്രൈം വോളി കളിക്കുന്ന സമയത്ത് നമ്മൾ ഈ സൂപ്പർ പോയിന്റ് വിളിക്കുമ്പോൾ ഫസ്റ്റ് ടെമ്പോ മാത്രം കൊടുക്കുന്ന സെറ്റർമാരുണ്ട്. അതേ സമയത്ത് സൂപ്പർ പോയിന്റ് വിളിക്കുമ്പോൾ ചില പ്ലേയേഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന സെറ്റർമാരുണ്ട്. അതേപോലെ സൂപ്പർ പോയിന്റ് വിളിക്കുമ്പോൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഫോറിലേക്ക് ഇപ്പോൾ ചില ആളുകൾ ഷോട്ട് വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഷോട്ടോ അല്ലെങ്കിൽ മീഡിയം പുഷോ ഇടുന്ന സെറ്റർമാരുണ്ട്. ഒന്നുകിൽ നമ്മൾ ഹാഫ് ബോളാണ് വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നുകിൽ ഹാഫ് ബോളോ അല്ലെങ്കിൽ 2 സോണിലോ മാത്രം ഇടുന്ന സെറ്റർമാർ. അങ്ങനെ പലതരത്തിലാണ് സെറ്റർമാർ. അപ്പോൾ ഈ സെറ്റർമാരെ നമ്മൾ കുറച്ചുകൂടി വാച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ എന്താ പറയുക, കളി ഒന്നുകൂടി നമുക്ക് ബ്ലോക്കർമാരോട് ഇത് നിർദ്ദേശം കൊടുക്കുക. അത് വേണം, സർവീസ് ഇന്നടുത്ത് കൊടുക്കണം, പക്ഷെ അവിടുന്ന് കൂടുതലും നമ്മൾ എന്ത് ചെയ്യണം, ഇന്ന ഭാഗം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇന്ന ഭാഗം പിടിക്കാൻ നിന്നോളൂ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നു കുറച്ചുകൂടി ബ്ലോക്കർമാർക്ക് ബ്ലോക്ക് പിടിക്കാൻ ഈസിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ കൂടെ കളിക്കുന്ന സമയങ്ങളിൽ അങ്ങനെ നമ്മളത് വളരെയധികം നമ്മളിപ്പോൾ ഒരു പൊസിഷൻ പിടിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പൊസിഷൻ പിടിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ട്, പക്ഷേ ഒരു 50% മാത്രം അത് പിടിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് ഉണ്ട്. ചില പ്ലേയേഴ്സ് തന്നെ പൊസിഷൻ പിടിക്കണമെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആ പൊസിഷൻ പിടിച്ചിരിക്കും. അപ്പോൾ നമ്മളെന്താ കിട്ടാണ്ടാകുന്ന സമയത്ത് അവരും നമ്മളോട് അയ്യോ കിട്ടിയില്ല എന്ന് കാണിക്കുകയും, കിട്ടുന്ന സമയത്ത് അവർ കാണിക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇതുമായി ബന്ധപ്പെട്ട് കളിക്കളങ്ങൾ നിങ്ങളും അങ്ങനെ ശ്രദ്ധിച്ച് നോക്കൂ. ഇങ്ങനെ ചെയ്യുന്ന ടീമുകളെ നമ്മൾ ഇതുപോലെ എന്താ പറയുക, കോമ്പിനേഷൻ സെറ്റർമാരെ നോക്കി പോകുമ്പോൾ അത് ബ്ലോക്കേഴ്സിന് വളരെയധികം സഹായകമാണെന്ന് എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാനത് പലപ്പോഴും നമ്മുടെ കളിക്കാരോട് വിരലുകളിലൂടെയൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. ഇപ്പോൾ പക്ഷേ പ്രൈം ബോളിയൊക്കെ കളിക്കുമ്പോൾ നമുക്ക് വിരലുകളിലൂടെ മാത്രമായിരിക്കില്ല, ചിലപ്പോൾ പ്ലെയർ ശ്രദ്ധിക്കാണ്ടിരിക്കുമ്പോൾ ഓയ് പോയി എന്നൊക്കെ നമുക്ക് വളരെയധികം ഒച്ചാക്കേണ്ടതായിട്ട് തോന്നും. അപ്പം ഒരുപാട് സ്ട്രെയിനൊക്കെ വരും. പക്ഷേ ഈ സ്ട്രെയിൻ എടുത്താലോ അതുമൂലം നമുക്ക് ആ ബ്ലോക്ക് കിട്ടുമ്പോൾ അവർ നമ്മളെ നോക്കി ചിരിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് നേരെ ഈ വിരലുയർത്തി കാണിക്കുന്നതൊക്കെ കാണുമ്പോണ്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, വലിയ സന്തോഷമാണ് അത്. അതുപോലെ ഒരുപാട് ആളുകൾ അത് ഇങ്ങനെ സംശയകരമായിട്ട് ചോദിച്ചത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഉത്തരം പറഞ്ഞു എന്ന് മാത്രം.